ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് ഞാൻ ഉണ്ടാക്കണത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേസമയം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ അരിയണത് നോക്കും, ഒരു മാങ്ങയുടെ ഹാഫ് അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഇനി അത് മുഴുവൻ അരിയണം. ഒരു ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ് ഇതിങ്ങനെ മെലിഞ്ഞ് ക്ഷീണിച്ച പോലെ അരിയണ്ട. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൽ കൂട്ടണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചേർക്കണം. പിന്നെ വിനീഗർ ചേർക്കണം, പഞ്ചസാര ചേർക്കണം, ഉപ്പ് ചേർക്കണം. അപ്പം നല്ല അച്ചാറായിട്ട് മാറും. ഇൻസ്റ്റൻറ്റ്, അതായത് കല്യാണ വീടുകളിലൊക്കെ കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ കിട്ടുന്ന അച്ചാറെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാമല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോകാം കേട്ടോ. ഇതാ കടായിൽ എണ്ണ പോയി, കടായി ചൂടായി. ഞാൻ നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ എപ്പോഴും. നല്ലെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടു. ഇത് കഴിഞ്ഞാൽ 2 മിളക് ഇടുക, 2 ചുവന്ന മിളക്. ചുവന്ന മിളക് ഇട്ടു. പിന്നെ കടുക്, 1 ടീസ്പൂൺ കടുക് ഇട്ടു. 1 ടീസ്പൂൺ കടുക് ഇട്ടു. ഇനി നമുക്ക് 2 കറിവേപ്പില ഇടും. കറിവേപ്പില കടുക് പൊട്ടിത്തെറിക്കട്ടെ. ഇനി എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി ഇട്ടു കേട്ടോ. കുറച്ച് വെളുത്തുള്ളി നല്ലോണം ഇടണം. വെളുത്തുള്ളി നല്ലോണം ഇടുക. ഇഞ്ചി നല്ലോണം ഇടുക. സബോള കുറച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും വഴറ്റുക. കുറച്ച് സബോള അരിഞ്ഞു. അത് നീളനെ അരിഞ്ഞാലും മതി കേട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. നല്ല മണം വരുന്നുണ്ട്. ഒന്ന് വലിയിട്ട് ഒന്ന് വാടി കിട്ടുക. പച്ചമുളക് ഇടണം. പച്ചമുളക് മാത്രമേ ഇടുള്ളൂ. ഈ അച്ചാറിൻ്റെ പ്രത്യേകത അതാണ്, പച്ചമുളക് മാത്രമേ ഉള്ളൂ. പച്ചമുളക്, ഇഞ്ചി മാത്രം. ചുമന്ന മുളക് ഇടില്ല അതിൽ. ക്യാരറ്റാണ് ആദ്യം നമ്മൾ വെച്ചത്. ആ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. മാങ്ങ വഴറ്റില്ല, മാങ്ങയ്ക്ക് വേവ് കുറവായ കാരണം മാങ്ങ വഴറ്റില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല സ്വാദുമുണ്ട് ഈ അച്ചാർ. നല്ല മണം വരണേ. ഇതിന് നല്ലെണ്ണ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഈ അച്ചാറിന് നല്ലെണ്ണ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്യാരറ്റ് ഒന്ന് വാടി കിട്ടണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാങ്ങയിടാം. ഇങ്ങനെയെല്ലാം നോക്കണം മാങ്ങ കേട്ടോ. വലിയ കഷ്ണങ്ങളായിട്ട് നീളാനെ തോന്നും. നല്ല ചെനച്ച മാങ്ങയാണ്, നല്ല ടേസ്റ്റ് അത് വേണം. ഇത് ചൂടാവുക വേണ്ട, അധികം വേവണ്ട. മാങ്ങയ്ക്ക് വേവില്ല, മാങ്ങ വേവാൻ പാടില്ല. മാങ്ങ അതിലിട്ടു. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഉപ്പിടാം. ഉപ്പിട്ടു. ഇനി കായം കുറച്ചിടും കേട്ടോ. കായം കുറച്ച് പൊടി ഇട്ടാൽ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മണം വരുന്നുണ്ട് കായത്തിൻ്റെ എണ്ണയിൽ. ഇതിൽ പഞ്ചസാര ഇടണം, വിനീഗർ ഒഴിക്കണം. 1 ടീസ്പൂൺ പഞ്ചാര ഇടാം. 1 ടീസ്പൂണിൽ ചെറിയ ടീസ്പൂണായ കാരണം ഞാൻ കുറച്ചുകൂടി ഇടുന്നത് കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. നെക്സ്റ്റ് വിനീഗർ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ. വിനീഗർ ഒഴിച്ചു. ഇനിയിപ്പോൾ അച്ചാർ തയ്യാറായി. അച്ചാർ തീ കെടുത്തി അച്ചാർ തയ്യാറായി. ഇനി അച്ചാർ ഒരു ബൗളിലാക്കി സൂക്ഷിച്ചാൽ 2 ദിവസം നാളെ ഇന്ന് തൊട്ട് ഇപ്പം തന്നെ തൊട്ട് കഴിച്ചു തുടങ്ങി. എന്താ എൻ്റെ സ്വാദം എന്ന് പറയുന്നത്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് എല്ലാ ബിരിയാണിയുടെയും മന്തിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ്. നല്ല മണം വരുന്നുണ്ട്, കായത്തിൻ്റെ മണം. ഒരു ലേശം കൂടി ഇടാം കായം. ഇനി ഇത് ബൗളിലേക്ക് പകർത്തി കാണിച്ചു തരാം കേട്ടോ. എടുത്തു ഒരു കഷ്ണം നോക്കട്ടെ കേട്ടോ. ഞാൻ പറയാൻ വാക്കില്ല, ഭയങ്കര രുചി, നല്ല സ്വാദ്. ഇതെല്ലാവരും ട്രൈ ചെയ്യും. അത് മാത്രമല്ല, ഇത് വളരെ ഹെൽത്തിയാണ്. മാങ്ങയും ക്യാരറ്റുമാണ്. ഇതിൽ മസാലകളൊന്നുമില്ല. അത്ര നല്ലതാണ് ശരിക്കും. അതുകൊണ്ട് ഇത് അച്ചാർ എന്നുള്ളത് ഇപ്പോൾ ഒരു പിക്കളാണെന്ന് വിചാരിച്ചിട്ട് അത് വളരെ നല്ലതാണ് ശരീരത്തിന്, ആരോഗ്യത്തിന്.
ഇതെല്ലാവരും ഉണ്ടാക്കും. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 1 മിനിറ്റ് മതി ഈ അച്ചാർ ഉണ്ടാക്കാൻ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ മറക്കരുത്. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.